വെൽക്കം ബാക്ക് ടു അവർ ഗെയിമിംഗ് ബേ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ ഒരു വണ്ടിപ്രാന്തനാണോ എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി മേടിക്കാനാണ് നമ്മൾ പോകുന്നത്. അത് മേടിച്ചതിൻ്റെ സ്റ്റോക്ക് സൗണ്ടും സ്റ്റോക്ക് പെർഫോമൻസും എല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം അടുത്ത വീഡിയോയിൽ നമുക്കത് മോഡിഫൈ ചെയ്യണ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കളർ സ്റ്റോക്ക് കിടക്കുന്ന ബ്ലൂ കളറാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ തന്നെ തമ്മിൽ ഉണ്ടായാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഇനി ഏത് കളർ അതിനടിക്കണമെന്ന് വെച്ചാൽ ആ ഒരു കളർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോഴത്തേക്കും നമുക്ക് ഈ വണ്ടി മേടിക്കാൻ പോവാം. ഓക്കെ, ഈ കാണുന്നതാണ് ഗൈസ് GTR 2017 എഡിഷൻ. ഇതല്ല നമ്മൾ വാങ്ങിക്കാൻ പോണത്. നിസാൻ്റെ തന്നെ കുറേ അധികം വണ്ടികൾ ഇതിനകത്തുണ്ട്. ഇവിടെ സ്കൈലൈൻ GTR V സ്പെക്ക് എന്ന് പറഞ്ഞൊരു സാധനം കണ്ട നിസാൻ്റെ. ഇതാണ് നമ്മുടെ വണ്ടി. പവർ പറഞ്ഞത് 327 bhp, ടോർക്ക് പറഞ്ഞത് 293 ടോർക്കൊക്കെ പറഞ്ഞത് അത് കൊടുക്കുന്ന സമയത്ത് BMW അല്ല. ഇതാണ് ഗൈസ് നമ്മുടെ ആ ഒരു സ്കൈലൈൻ. ഇതാണ് ഗൈസ് സ്റ്റോക്ക് കളർ ബ്ലൂ. നമുക്ക് ബ്ലാക്ക് അടിക്കാം, ഗ്രേ അടിക്കാം, സിൽവർ അടിക്കാം, വൈറ്റ് അടിക്കാം, ഏത് വേണോ ചെയ്യാം. അതുപോലെ തന്നെ കസ്റ്റം കളേഴ്സ് കാര്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ കസ്റ്റം കളേഴ്സ്. ഇതാണ്ടില്ലേ, ഈ ഒരു കളറൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ലിമിറ്റഡ് സാധനമാണ്, ഹോട്ട് വീൽസിൻ്റെ കളേഴ്സാണ്. അപ്പം ഈ ഒരു ഹോട്ട് വീൽസിൻ്റെ ബ്ലൂ ഒക്കെ നമുക്ക് ഇതിലോണെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിപ്പോൾ ഈ സാധനം വാങ്ങിക്കാം. ഇപ്പോൾ കളറിലും കാര്യങ്ങളിലൊന്നും അല്ല ഇരിക്കണത്, നമ്മുടെ എൻജിൻ ട്യൂൺ ചെയ്യണതിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. സോ നമുക്ക് എൻജിനും ട്യൂൺ ചെയ്യാം. ടോപ്പ് പവറാക്കാം. ഇപ്പോൾ 63,000 CR ആണ് വേണ്ടത്. നമുക്ക് 10,89,000 CR ഉണ്ട്. അമ്മാതിരി ഗെയിം കളിച്ച് ഞാൻ എല്ലാം പണിയാൻ വേണ്ടി വാങ്ങിച്ചിട്ട സാധനമാണ് ഗൈസ്. നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞു. സേവിങ്, നമ്മുടെ സേവിങ്സിൽ നിന്നാണ് അത് പോണെന്നാണ് എഴുതി കാണിക്കുന്നത്. എൻ്റെ മോനെ GTR സൗണ്ട് നോക്കട്ടെ ഗൈസ്. സ്റ്റോക്ക് വീലാണ് എല്ലാം ഇട്ടേക്കണത്. നമുക്കിപ്പം വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം, പക്ഷെ നമ്മൾ മോഡിഫൈ ചെയ്യാനില്ല. നമ്മളിതാ ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോവുകയാണ് ഗൈസ്. ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോവുകയാണ് GTR. സൗണ്ട്. ഇതിപ്പോൾ നമ്മുടെ മിഷനുള്ള സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാൻ തിരിച്ച്. ഒടിവും കാര്യങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. ഞാൻ തിരിച്ച് നാട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. നേരെ നമുക്ക് മെക്സിക്കോയിൽ പോവാം. മെക്സിക്കോയാണ് നമ്മുടെ ജന്മനാട് ഗൈസ്. ഇവിടെ കാല് കൊടുത്തപ്പോൾ പറക്കണം കേട്ടോ. ഫ്രണ്ട് കാണിച്ചു തരാം വണ്ടിയുടെ. ഇതാണ് ഗൈസ് വണ്ടിയുടെ ഫ്രണ്ട്. ഇതാണ് സൈഡ്. വെയിൽ നോക്കിയാണ്. സ്റ്റോക്കൊക്കെ നമ്മളെടുത്ത് കളയും ഇപ്പം. ഇതാണ് ഗൈസ് അതിൻ്റെ ബാക്ക് വശം. ഇതാണ് ഈ സൈഡ്. അത് സെറ്റല്ലേ. അകം കാണിച്ചു തരാം ഗൈസ്. ഇതാണ് GTRൻ്റെ സ്കൈലൈൻ്റെ അകം. കാല് കൊടുക്കുമെന്ന് നോക്കണേ. കയറും. ടർബോയുടെ സൗണ്ട് കാണിച്ചു തരാം. ഇനിയാണ് കളി. ടോപ്പ് സ്പീഡ് നോക്കാം അല്ലേ. 67, 84 മൂന്നാമത്തെ ഗിയറിൽ. ഇനി ഇതൊക്കെ മാറും. നമ്മൾ പവർ കയറ്റുമ്പം ഇതൊക്കെ മാറും. 113, 120. സോറി ഗൈസ്. അത് പുതിയ വണ്ടി ആയതുകൊണ്ടാണ് കൺട്രോൾ കിട്ടാതെയാണ്. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. ഹാൻഡിലിങ് കൊള്ളാം. ബ്രേക്കിങ്ങും കൂടെ നമുക്ക് നോക്കാമേ. ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്കിങ് നോക്കാം. നാലാമത്തെ ഗിയറിൽ 120. എരച്ചുകൊണ്ട് പോണൊക്കെ എന്ത് രസമോടെ. ആദ്യമൊക്കെ നമ്മൾ ഗെയിം തുടങ്ങിയ സമയത്തൊക്കെ ഇവിടെയൊക്കെ ഒരു 10-15 ഇടിയെങ്കിലും ഒടിച്ച് കാണുമായിരുന്നു. ഇപ്പോഴങ്ങനെയൊന്നുമില്ല ഗൈസ്. ഇപ്പം നമ്മൾ 1000 കുറഞ്ഞ HP ഉള്ള വണ്ടികൾ ഓട്ടിക്കാറില്ല. ഇതൊക്കെ നമുക്കെടുത്ത് പണിയണം. ഹാൻഡിലിങ് വലിയ കലിപ്പില്ല. ബ്രേക്കിങ്ങും കുഴപ്പമില്ല കേട്ടോ. ബ്രേക്കിങ് അത്യാവശ്യം കൊള്ളാം. നമുക്കിനി സ്ട്രെയിറ്റ് റോഡിൻ്റെ അവിടെ പോയിട്ട് കാണാം.
200 yards. Turn left. ഗൈസ് നമ്മൾ അങ്ങനെ സ്ട്രെയിറ്റ് റോഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെ നിന്ന് ഒരു പൊളി പൊളിക്കാൻ പോവുകയാണ് ഗൈസ്. ഓ ഫസ്റ്റ് പോയി. ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ 60-70, തേർഡ് ഗിയറിൽ 90-101, ഫോർത്ത് ഗിയറിൽ 124-29, അഞ്ചാമത്തെ ഗിയർ ഇട്ട് ഗൈസ്. നൂറ്റി 38, 5 ഗിയറേ ഉള്ളൂ കേട്ടോ. ഇതാണ് ടോപ്പ് സ്പീഡ്. GTR സ്കൈലൈൻ്റെ ടോപ്പ് സ്പീഡ് ഇതാണ്. ഇന്നലെ നമ്മൾ സൂപ്പർ 1000 HP ആക്കി കേട്ടോ. നമ്മൾ 1010 HP എന്തോ ആക്കി. 600 HP നമ്മൾ 1000 സംതിങ് HP ആക്കി. അതിനെയൊക്കെ നമ്മൾ ഇന്നലെ ഇവിടെ ഇട്ട് ഓട്ടിച്ചതാണ്. പിന്നെ മെക്ലറാൻ എടുത്തിട്ടുണ്ട് ഗൈസ്. മെക്ലറാൻ്റെ സ്റ്റോക്ക് തന്നെ ഏകദേശം 200+ ആണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ചെയ്യാം. ഇതാണിപ്പോൾ ഇതിൻ്റെ ഇത്. നമ്മൾ കണ്ണുടച്ച് വേണമെങ്കിലും ഓടിക്കുന്നുണ്ടോ. ഓ 157, 58, 59, 60. ഇറക്കം വന്നാൽ 161 കയറും കേട്ടോ. ഇതാണ് GTR സ്കൈലൈൻ്റെ ആ ഒരു ഇതാണ് അകത്തിരുന്നുകൊണ്ട് നമ്മൾ കാണുന്ന ലുക്ക്. അകത്തിരുന്നുകൊണ്ട് കാണുന്ന പൊളി കേട്ടോ. ഇതെങ്ങനെയുണ്ട്? ഇതാണ് സ്റ്റിയറിംഗ് ഒക്കെ എടുത്ത് വെച്ചിട്ട് വലിയ 3 സ്ക്രീനൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ കളിക്കണം. ഇങ്ങനെയാണ് ഗൈസ്. അപ്പം ഭയങ്കര ഇതായിട്ട് തോന്നും. നമ്മളൊരു 1000 HP 200+ സ്പീഡൊക്കെ ഉള്ള വണ്ടി ഓടിച്ച് നമുക്കൊരു 150 ഒക്കെ കയറുന്ന വണ്ടി ഓടിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അങ്ങനെയുണ്ട്. അവൻ ഇൻഡിക്കേറ്റർ ഇടാതെ കയറി. ഇല്ല, അവൻ ഇൻഡിക്കേറ്റർ ഇട്ട് കേട്ടോ. ഇപ്പം കണ്ടു. അപ്പം ഇത്രയുള്ള കാര്യം സ്ട്രൈറ്റ് റോഡിൽ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യണത്. അപ്പം വേറെ ഏത് കളർ വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത് ഫുള്ളി എൻജിൻ ട്യൂൺ ചെയ്യണ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കത് ചെയ്യാം. അത് ഓട്ടിപ്പൊന്നുമില്ല, ട്യൂൺ ചെയ്യണം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കളർ ഏത് വേണമെന്നും കൂടെ പറഞ്ഞാൽ അതുകൂടെ മാറ്റിയിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കണ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളൊരു പെർഫോമൻസ് വീഡിയോ നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പം ശരി ഗൈസ്, ബൈ ബൈ.